വെറും 100 ഗ്രാം ചിക്കനും 1/2 ക്യാപ്സിക്കവും മതി. പുറത്തു നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള ഒരു സൂപ്പർ ചീസി ചിക്കൻ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വെറും മിനിറ്റുകൾക്കുള്ളിൽ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായി നമുക്ക് 100 ഗ്രാം ചിക്കൻ വേണം, സവാള വേണം, ക്യാപ്സിക്കം വേണം, പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഒരു പാൻ ചൂടായ ശേഷം നമുക്കൊരു 2 ടീസ്പൂൺ നമ്മുടെ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് ഒരു 4-5 വെളുത്തുള്ളി മതി. അത് ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു 2 സെക്കൻഡ് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ക്യൂബ്സായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും, നമ്മൾ സവാള 1/2 സവാളയും 1/2 ക്യാപ്സിക്കവും ക്യൂബ്സാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഈ കറിയുടെ പ്രത്യേകത. ക്യൂബ്സായി അരിയുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും. അപ്പോൾ ക്യൂബ്സായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതുപോലെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് മാരിനേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സവാളയും ഒരു 2 സെക്കൻഡ് ഒന്ന് ഇതായ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. സവാള വരണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ചിക്കനൊക്കെ നന്നായിട്ട് ഇതുപോലെ ആയ ശേഷം നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ എങ്ങനെയുണ്ട്, അത് കരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവേ. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ വേവണം. ചിക്കൻ്റെ വേവ് നിങ്ങളുടെ അവിടുത്തെ എങ്ങനെയാണോ വേവ് അതിനനുസരിച്ച് നിങ്ങൾ 5 മിനിറ്റ് തന്നെ വേവിക്കണം എന്നില്ല. 5 or 10 മിനിറ്റ് നിങ്ങൾക്ക് ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേവിച്ച്. ഞാൻ മൊത്തം ഒരു 7 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം 2 മിനിറ്റ് പിന്നെ 5 മിനിറ്റ്. നമുക്കിപ്പോൾ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ട് അതിലൊന്ന് നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ല. ചിക്കൻ വെന്തതിന് ശേഷം നമുക്കിനി ക്യാപ്സിക്കം 1/2 ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയിട്ട് വാടിയതിന് ശേഷം 1 മിനിറ്റ് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കൊള്ളുമ്പോൾ അതൊന്ന് വാടി കിട്ടും. 1 സെക്കൻഡിന് ശേഷം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും നമ്മുടെ ക്യാപ്സിക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ നേരത്തെ മസാലകൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. മസാല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/2 കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മസാലയൊക്കെ നന്നായി പിടിക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ചീസാണ് കേട്ടോ. അപ്പോൾ 2 സ്ലൈസ് ചീസ് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തോളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ മൊസറല്ല ചീസിൽ ഇങ്ങനെ പീസായിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചീസ് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ചെയ്യണം വരെ കുറച്ച് നേരം നമ്മൾ സിമ്മിൽ വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്കിങ്ങനെ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതിലത്തെ ആവി കൊണ്ടിട്ട് പെട്ടെന്ന് മെൽറ്റാവും. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാനും ഈവനിങ് സ്നാക്കായിട്ട് സെർവ് ചെയ്യാനും പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല മെൽറ്റായിട്ട് നല്ല എന്താ പറയുക, നല്ല മണമുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല കൊതിയാവും. നന്നായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. ഇത് നമ്മൾ പ്ലേറ്റിലൊക്കെ അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? ചീസ് ചിക്കൻ ക്യാപ്സിക്കം സ്റ്റിർ ഫ്രൈ, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.